Hi guys, welcome back. Deepak here. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ട്രക്ചർ നോക്കി. അപ്പോൾ സ്ട്രക്ചർ എന്താണ്, എങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നതെന്നെല്ലാം മനസ്സിലാക്കണം. സ്ട്രക്ചർ പോലെ തന്നെ വേറൊരു ടൈപ്പാണ് യൂണിയൻ എന്നുള്ളത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെയിൻലി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾസോ എന്യൂമറേഷനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്ട്രക്ചർ ഇന്നലെ പറയുന്ന നേരത്ത് സ്ട്രക്ചർ എത്ര ബൈറ്റ് എടുക്കും എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മളൊരു യൂണിയൻ ചെയ്യുന്ന പറയുന്ന ഒരെണ്ണം ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒരു സ്ട്രക്ചർ എഴുതാണ്. ഓക്കെ, ഈ സ്ട്രക്ചറിൽ ജസ്റ്റ് ഒരു ഇൻറ്റിജർ വേരിയബിൾ ഉണ്ട്, ഒരു ഫ്ലോട്ട് വേരിയബിൾ ഉണ്ട്, ഒരു ക്യാരക്ടർ അറേ ഉണ്ട്. ഓക്കെ, ഒരു 20 ക്യാരക്ടറുള്ള ഒരു അറേ ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് എത്ര ബൈറ്റ്സ് എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതാണ്, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ കൊടുക്കണം. സോ നമുക്ക് ആ വേരിയബിൾ വേണം. ഞാൻ ഇവിടെ സ്ട്രക്ട് ഡേറ്റ ഡി എന്ന് കൊടുത്തു. ഓക്കെ, സ്ട്രക്ട് ഡേറ്റ ഡി. ഇവിടെ ഞാനൊരു സെമിക്കോളൻ കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര ബൈറ്റ് എടുക്കുന്നത് എനിക്ക് പ്രിന്റ് ചെയ്യണം. സോ സ്ട്രക്ചർ സൈസ് ഈക്വൽ ടു %d. എങ്ങനെ %d ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്ന വെച്ചാൽ നമുക്കൊരു കീവേഡ് ഉണ്ട്, സൈസ് ഓഫ്. ഓക്കെ, സൈസ് ഓഫിൽ നമുക്ക് എന്താണ് ഏതിൻ്റെ സൈസാണോ കണ്ടുപിടിക്കട്ടെ, ജസ്റ്റ് അത് പാസ് ചെയ്താണ്. ജസ്റ്റ് ഞാൻ ഡി പാസ് ചെയ്തു. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇറ്റ്സ് വിൽ ബി 28 എങ്ങനെ വരുന്നത്? ഇൻറ്റിജർ 4, ഫ്ലോട്ട് 4, 8 + 20 28. ഞാൻ ഈ സ്ട്രക്ട് മാറ്റി ഞാൻ ജസ്റ്റ് ഇവിടെ യൂണിയൻ ആക്കുക. യൂണിയൻ യൂസ് ചെയ്യുമ്പോഴും സെയിം സംഭവം തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. കീവേഡ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം സെയിം ആണ്. നമ്മളവിടെ സ്ട്രക്ചർ ടാഗ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ യൂണിയൻ ടാഗ്, ഇവിടെ യൂണിയൻ്റെ മെമ്പേഴ്സ്. ഇത് എത്ര ബൈറ്റ്സ് എടുക്കുമെന്ന് നമുക്ക് നോക്കാം. 20 ഈ 20 എവിടെ നിന്നാണ്? ക്യാരക്ടറിന്റെ 20 മാത്രം എടുക്കും. അതായത് യൂണിയനിൽ ജസ്റ്റ് ഏതാണോ വലിയ ഡാറ്റ, ഓക്കെ, ഏറ്റവും വലിയ ഡാറ്റ ഏതാണോ അതിന്റെ ഡാറ്റ സൈസ് മാത്രമേ എടുക്കത്തുള്ളൂ. നമ്മൾ ആക്സസിങ് അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോട്ട് ഓപ്പറേറ്റർ വെച്ചാണ് ചെയ്യുന്നത്. ബാക്കി ഇവിടെ ഷെയറിങ് ഓഫ് മെമ്മറിയാണ് ആക്ച്വലി നടക്കുന്നത്. ഓക്കെ, സ്ട്രക്ചറിൽ എങ്ങനെയാണ് എല്ലാം അലൈൻ ചെയ്തിരിക്കും. ഇവിടെ ജസ്റ്റ് വലുതിൻ്റെ സൈസ് മാത്രം എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ സൈസ് ഷെയർ ചെയ്യും. ഓക്കെ, ആ ഒരു മെമ്മറി ഷെയർ ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ string.h വയ്ക്കുകയാണ്. ഇതിൻ്റെ ആക്സസിങ് ഒരു കാര്യം പറയാനുണ്ട്. string.h യൂണിയൻ ഡാറ്റ ഡി ക്രിയേറ്റ് ചെയ്തു. ഞാനിവിടെ ജസ്റ്റ് d.iയിലേക്ക് ഒരു ഇൻറ്റിജർ വാല്യൂ 8 വെച്ചു. d.j അതായത് ഫ്ലോട്ട് വേരിയബിളിനകത്തോട്ട് ഞാനൊരു 4 അല്ലെങ്കിൽ 3.8 വെച്ചു. strcpy വെച്ച് തന്നെ ചെയ്യണം. strcpy d.c ക്യാരക്ടർ. എന്നിട്ട് ഞാൻ ഇതൊന്ന് പ്രിന്റ് ചെയ്യണേ. ജസ്റ്റ് പ്രിന്റ് പ്രിന്റ് ചെയ്യാം. ഇൻറ്റിജർ വാല്യൂ അത് നമ്മൾ പ്രിന്റ് ചെയ്യണമല്ലോ. %d, d.i. ഓക്കെ, അടുത്ത പ്രിന്റ് ഫ്ലോട്ട് വാല്യൂ %f, d.j. and print character %c
d.c. ഓക്കെ, ഇവിടെയൊക്കെ വേറെ കുറെ വാല്യൂസ് ആണ് വരുന്നത്. കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രിന്റ് ആവുന്നില്ല അല്ലേ. ഇവിടെ എന്താ സംഭവം പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ നോക്കി വേറൊരു ചിഹ്നം വന്നിട്ടുണ്ട്. ക്യാരക്ടർ %c അല്ല %s ആണ്, സോറി സ്ട്രിങ് ആണ്. സോ ക്യാരക്ടർ നമ്മൾ കൊടുത്ത വാല്യൂ ഇവിടെ യഥാർത്ഥത്തിൽ ഏത് മാത്രമേ വന്നിട്ടുള്ളൂ, അവസാനം വെച്ചത് മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് ഞാൻ ഈ രണ്ടെണ്ണം താഴെ വയ്ക്കാം. ഓക്കെ, ഇവിടെ നിർത്തു, താഴെ വെച്ചു. നമുക്ക് ഒന്ന് റൺ ചെയ്തു. ഇവിടെ ഫ്ലോട്ട് വാല്യൂ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ലാസ്റ്റ് വെച്ചത് ഫ്ലോട്ട് വാല്യൂ ആണ്, അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ സ്ട്രിങ് വാല്യൂ ആണ് അവസാനം വെച്ച്, സോ അത് കറക്റ്റ് ആയിട്ട് വന്നു. ഇവിടെ ഫ്ലോട്ട് വാല്യൂ അവസാനം വെച്ചു, അപ്പോൾ അത് കറക്റ്റ് ആയിട്ട്. ബാക്കി രണ്ടും തെറ്റിപ്പോയി. ആൻഡ് ഇവിടെയോ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എനിക്കസ് അവിടെ ഇൻറ്റിജർ വാല്യൂ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഫ്ലോട്ട് വാല്യൂ ക്യാരക്ടർ വാല്യൂ വന്നിട്ടില്ല. ഏതാണോ അവസാനം വെക്കുന്നത് അത് മാത്രമേ നമുക്ക് യൂണിയനിൽ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഏറ്റവും അവസാനം വെക്കുന്നത് ഏതാണ്, അറ്റ് എ ടൈം ഒരു മെമ്പറിനെ മാത്രമേ, നമ്മളവിടെ ഷെയറിംഗ് ഓഫ് മെമ്മറിയാണ് നടക്കുന്നത്. സോ അറ്റ് എ ടൈം ഒരു മെമ്പറിനെ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നമുക്ക് എല്ലാ മെമ്പറിനെ ആക്സസ് ചെയ്യണമെങ്കിൽ വി വാണ്ട് ടു പ്രിന്റ്, നമ്മളത് വെച്ചു, അതിനുശേഷം അപ്പം തന്നെ അത് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം തന്നെ യൂസ് ചെയ്യേണ്ടി വരും, അല്ലാതെ നമുക്കിത് പ്രിന്റ് ചെയ്യാൻ പറ്റൂല. ഇപ്പം എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ക്യാരക്ടറാണ്, ഫ്ലോട്ട് വാല്യൂ വന്നിട്ടുണ്ട്, ഇൻറ്റിജർ വാല്യൂ വന്നിട്ടുണ്ട്. അതാണ് അറ്റ് എ ടൈം ഒരു ഡാറ്റ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ. ഇതാണ് യൂണിയന്റെ പ്രത്യേകത. ഇനി ഈ രണ്ട് വീഡിയോയും കണ്ടവർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും സ്ട്രക്ചർ യൂണിയനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഓക്കെ, നമുക്കൊന്ന് ഷോർട്ടാക്കി പറയാം. സ്ട്രക്ചർ ആകുമ്പോൾ കീവേഡ് സ്ട്രക്റ്റ് ആണ് വരുന്നത്, ആൻഡ് സെക്ടർ ടാഗ് കാണും, മെമ്പേഴ്സ് കാണും. യൂണിയനും അതേപോലെ യൂണിയൻ ആയിരിക്കും, പക്ഷെ കീവേഡ് യൂണിയൻ ആയിരിക്കും, യൂണിയൻ ടാഗ് കാണും, യൂണിയൻ മെമ്പേഴ്സ് ആണ്. ഡിഫറൻസ് എവിടെയാണ്? സ്ട്രക്ചർ അതിൻ്റെ ഓൾ മെമ്പേഴ്സിനും എൻ്റെ സമ്മിൻ്റെ മെമ്മറി അലോക്കേറ്റ് ചെയ്തു. ഓൾ മെമ്പേഴ്സിനും മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ 3 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 3 മെമ്പേഴ്സിൻ്റെ സൈസ് എത്താണോ അതിനനുസരിച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. യൂണിയൻ ആണെങ്കിലോ ഏറ്റവും വലിയ ഡാറ്റ ഏതാണോ അതിന് മാത്രം മെമ്മറി എടുക്കും, ബാക്കി ഷെയർ ചെയ്യും. അതാണ് യൂണിയൻ്റെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് എന്യൂമറേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്യൂമറേഷൻ, വാട്ട് ഈസ് എന്യൂമറേഷൻ ഡാറ്റ ടൈപ്പിൻ. ഇതെല്ലാം യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആണ്. ആൻഡ് എന്യൂമറേഷനോട് പറയുമ്പോൾ നമ്മുടെ ഡാറ്റ ടൈപ്സ് തീരും. നെക്സ്റ്റ് വീഡിയോ ഗോയിങ് ടു ബി നമ്മുടെ പോയിന്റേഴ്സിൻ്റെ ഒരു കംപ്ലീറ്റ് ഗൈഡ്. ഓക്കെ, അതിനുശേഷം മാത്രമേ നമ്മൾ ഫയൽസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു വീഡിയോ പെൻഡിങ് ആണ്, മറ്റേ മെട്രിക്സ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ ഫയൽസ് കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ അതിന് മുന്നേ വരാം. ഇപ്പോൾ എന്യൂമറേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് എന്യൂമറേഷൻ അല്ലെങ്കിൽ എനം എന്ന് പറയും. എനം ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്, ആൻഡ് യൂസ്ഡ് ടു അസൈൻ ഇൻറ്റിജർ വാല്യൂസ് ഫോർ സംതിങ്. ഓക്കെ, നമ്മൾ ഓരോന്നിനും ഇപ്പോൾ ആരയിൽ വെക്കുന്ന പോലെ ഇൻറ്റിജർ വാല്യൂസ് വെക്കാൻ വേണ്ടിയാണ് എനം യൂസ് ചെയ്യുന്നത്. ഇതെന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ ഗൈസ്, നമുക്ക് ജസ്റ്റ് ഒരു C ഫയൽ ക്രിയേറ്റ് ചെയ്യാം. enum.c. ഓക്കെ, enum.c നമ്മുടെ ബേസിക് സിൻടാക്സ് നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ സ്ട്രക്ചർ ആൻഡ് യൂണിയൻ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് enum എന്ന് ടൈപ്പ് ചെയ്യുക. enumത്തിൻ്റെ പേര് കൊടുക്കുക, അതായത് അതിൻ്റെ ഏതാണോ പേര് enum നെയിം നമ്മൾ പറയും, അത് കൊടുക്കുക. ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ വീക്ക്, ഓക്കെ വീക്ക് എന്ന് പറഞ്ഞു കൊടുത്തു. ജസ്റ്റ് അതിനകത്തിട്ട് അസൈൻമെൻ്റ് ആണ്, ജസ്റ്റ് കിളി ഓപ്പൺ ചെയ്യുക. അതിനകത്തേക്ക് ഇപ്പോൾ ഞാൻ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഓക്കെ 3 എണ്ണം വയ്ക്കുന്നു. വെനസ്ഡേ. ഇതിനകത്ത് ഇതിനെല്ലാം ഒരു ഇൻറ്റിജർ വാല്യൂസ് അസൈൻഡ് ആണ് ഓട്ടോമാറ്റിക്കലി. നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, പ്രിന്റ് %d, മൺഡേ. ഓക്കെ, മൺഡേ 0, മൺഡേ 0. നിലത്തില് നമ്മൾ അറയിലെ ഇൻഡെക്സ് തുടങ്ങുന്ന പോലെ തന്നെ 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഞാൻ ജസ്റ്റ് ട്യൂസ്ഡേ കൊടുക്കാം.
Tuesday. Now run ചെയ്ത് നോക്കാം. Run tutorial space skip. Tuesday 1. നമ്മൾ അറേയിൽ ഇൻഡെക്സ് എങ്ങനെയാണോ പോകുന്നത് അതേപോലെ തന്നെ ജസ്റ്റ് ഞാൻ ഇവിടെ മൺഡേ ഞാൻ 4 ആക്കി മാറ്റുകയാണ്. ഓക്കെ, മൺഡേ 4 ആക്കി മാറ്റുകയാണ്. അതേപോലെ ഞാൻ വെനസ്ഡേയും പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, മൺഡേ ഞാൻ 4 ആക്കി മാറ്റി. 1 4 5 6 എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ബുക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഇതിനകത്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് മൺഡേ അവിടെ തന്നെ ഇരുന്നോട്ടെ. ആൻഡ് ട്യൂസ്ഡേ ഞാൻ 8 ആക്കി മാറ്റും. മൺഡേ 0 സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. ആൻഡ് 8 ട്യൂസ്ഡേ 8 ആണ് നമ്മൾ വെച്ചത്. ആൻഡ് വെനസ്ഡേ 9 അടുത്ത വാല്യൂ. ആൻഡ് അടുത്തത് നമുക്കിത് വേണമെങ്കിൽ ജസ്റ്റ് ഒരു എന്താണ് നമുക്ക് ബാക്കി വീക്ക് കൂടെ ഒന്ന് കൊടുക്കാം. ട്യൂസ്ഡേ ഞാൻ THU എന്ന് മാത്രമേ അടിക്കുന്നുള്ളൂ. ആൻഡ് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേ. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു 4 ലൂപ്പ് കൊടുക്കാം. 4 ആൻഡ് അതിന് മുമ്പ് നമ്മൾ ഇന്ത്യ ഐ എന്ന് പറയുന്നുണ്ട്. I 4. ഓക്കെ ഗൈസ്, ആൻഡ് I ഈക്വൽ ടു ഞാൻ മൺഡേയിൽ തുടങ്ങുന്നു. ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൺഡേ ആൻഡ് I പ്ലസ് പ്ലസ്. ആൻഡ് ഇവിടെ ഞാൻ ജസ്റ്റ് PDF കൊടുക്കുകയാണ്, മീൻസ് പ്രിൻ്റൊക്കെ ആണ്. ആൻഡ് I ഇവിടെ ഞാൻ ഡേ ആണ്. ഓക്കെ, ഡേ ക്ലിയർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയേ, ആ ഇൻറ്റഗ്രൽ വാല്യൂസ് ആണ് പ്രിൻ്റ് ആയിരിക്കുന്നത് അല്ലേ. 0 1 2 3 and 4 5 6. ഇനി എനിക്ക് 1-ലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് 1-ലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 1 2 3 4 5 6 7. അതായത് നമുക്ക് വാല്യൂസ് കോൺസ്റ്റന്റ് ആയിട്ട് അസൈൻ ചെയ്ത് വെക്കാൻ എന്യൂമറേഷൻസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് എന്യൂമറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് എന്യൂമറേഷനിൽ എഴുതിയ ഒരു വാല്യൂ നമുക്ക് പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഞാനിവിടെ ഡേന്ന് എഴുതിയിട്ട്, അപ്പോൾ ഞാൻ വെനസ്ഡേ അവിടെ എഴുതിയിട്ടുണ്ട്. സോ വെനസ്ഡേ ഈക്വൽ ടു 9 ആൻഡ് ജനുവരി എന്ന് കൊടുത്തു. ജനുവരി. ഓക്കെ, ദർ ഇസ് എ എറർ. ഓക്കെ, ഡേയിലും വെനസ്ഡേ വന്നിട്ടുണ്ട് ആൻഡ് ഓൾസോ നമ്മുടെ വീക്കിലും വെനസ്ഡേ വന്നിട്ടുണ്ട്. സോ എന്യൂമറേഷനിൽ നമ്മൾ കൊടുത്ത ആ വാല്യൂ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. എന്യൂമറേഷൻ്റെ അകത്തല്ലാതെ വേറെ എവിടെയും നമുക്ക് ആ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. വേറെ എവിടെയും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കോൺസ്റ്റൻറ്റ്സ് ഒക്കെ അസൈൻ ചെയ്ത് വെക്കാൻ ഏറ്റവും നല്ലത് എണ്ണമാണ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് നമുക്ക് പല രീതിയിൽ സീൽ യൂസ് ചെയ്യാമെങ്കിലും എണ്ണത്തിൽ വെക്കുമ്പോൾ കുറച്ചുകൂടെ സേഫാണ്. ആൻഡ് ദാറ്റ്സ് enough for this video, and we will talk about structure, union and enumeration. That's our user defined data types. I hope it's clear. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. till then bye, and subscribe ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. okay, bye.